സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് സോണിയ ഉപഹാരം സ്വീകരിച്ചു. പോറ്റിക്കൊപ്പം ആന്റണിയും അടൂർ പ്രകാശും ഉണ്ടായിരുന്നു. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് എങ്ങനെ? ആന്റണിക്കും അടൂർ പ്രകാശിനും സ്വർണ്ണക്കവർച്ച പ്രതികളുമായി എന്താണ് ബന്ധമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടുപ്രതിയായ ഗോവർദ്ധനും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണം. സാക്ഷാൽ കരുണാകരന് പോലും സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ലഭിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള കോൺഗ്രസ് നേതാവിനെ സ്വർണ്ണക്കവർച്ചക്കാർ നേരിട്ട് കാണുന്നത്? കരുണാകരൻ 2003 അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ കേരള ഹൗസിൽ കരുണാകരൻ താമസിക്കേണ്ടി വന്നു. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചതാണ്. രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ എളുപ്പമല്ല. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ, അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? പ്രതികൾക്കൊപ്പം പത്തനംതിട്ടയിലെ കോൺഗ്രസ് എംപിയായ ആന്റണിയും ആറ്റിങ്ങൽ എംപിയായ അടൂർ പ്രകാശുമുള്ളതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അപൂർവമായി മാത്രം ലഭിക്കുന്ന അവസരവും അപ്പോയിന്റ്മെന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും ഒരുക്കി നൽകാൻ ആന്റണിക്കും അടൂർ പ്രകാശിനും സ്വർണ്ണക്കവർച്ച പ്രതികളുമായി എന്തു ബന്ധം? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? തനിക്കൊപ്പം പോറ്റി വന്നത് ഒരു പൊതുപരിപാടിയിൽ എന്ന ന്യായീകരണവും മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടത്തുന്ന ഇതിൻ്റെ ഹാളിൻ്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോ ഇല്ലേ, ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത്. ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ്. ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത്. അതുപോലെയല്ലല്ലോ ഇത്. അത് ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷനാണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. പോറ്റി ചെവിയിൽ സംസാരിച്ചതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ മറുപടി ഇങ്ങനെ: ഞാൻ മറ്റു തരത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ? ചെവിയിൽ പറയുന്നതൊന്നും എൻ്റെ ചെവിയിലായിരിക്കില്ല. അത് സാധാരണ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാക്കി ഇരുന്ന ആളാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ശീലം വെച്ച് പറയുന്നതായിരിക്കും. ജനം, തിരുവനന്തപുരം.